ഹൽക്കിനെ എങ്ങനെയായിരിക്കും സ്പൈഡർമാൻ അടിച്ചിടാൻ പോകുന്നത്? നേരിട്ട് ഏറ്റുമുട്ടിയാൽ ഹൽക്ക് സ്പൈഡർമാനെ കൊതുകിനെ അടിച്ചിടുന്ന പോലെ അടിച്ചിടുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇറങ്ങാൻ പോകുന്ന ബ്രാൻഡ് ന്യൂ ഡേയിൽ സ്പൈഡർമാനെ നല്ല രീതിക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാന്ന് ഓരോ ദിവസം ഇറക്കിവിടുന്ന മൂവി ക്ലിപ്സിൽ നിന്നും ടീസറിൽ നിന്നൊക്കെ അവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് സ്ട്രെങ്ത്തും ഓർഗാനിക് വെബും മാത്രമല്ല, സ്പൈഡർമാന് നല്ല തൊലിക്കട്ടിയും വെച്ചിട്ടുണ്ട്. തൊലിക്കട്ടി ഇൻ ദി സെൻസ് What? That's his cuticle. It's like a shell. Yeah, I'm not a spider. I'm Spider-Man. Man is the main part. സ്പൈഡേഴ്സിനെ പോലെ സ്പൈഡർമാനും എക്സോസ്കെൽട്ടൻ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് പുള്ളിയുടെ സ്കിന്നും കട്ടി കൂടി സൂചി കുത്തിയാൽ കയറാത്ത ടൈപ്പ് സ്കിന്നായിട്ടുണ്ട്. വിച്ച് മീൻസ് പുള്ളി ഇപ്പോൾ കുറച്ചുകൂടി ഡ്യൂറബിൾ ആണ്. 2-3 അടിയൊക്കെ താങ്ങുമായിരിക്കും. ഓർഗാനിക് വെബ് വന്നെങ്കിലും അത് സ്ട്രോങ്ങർ ആണെങ്കിലും ഹൽക്കുമായിട്ടുള്ള ഫൈറ്റിൽ വെബ് ഷൂട്ടർ യൂസ് ചെയ്തേക്കണതായി കാണാം. ഫാൻ തിയറീസ് പ്രകാരം ഇത് ഹൽക്കിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ആൻറ്റി ഗാമ വെബ് ഷൂട്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. സംഭവം ശരിവെക്കുന്ന രീതിയിൽ ഈ വെബ് ഷൂട്ടേഴ്സിന് ഒരു ഗ്രീൻ കളർ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്നതായി കാണാം. ചിലപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വെബ് ഹൽക്കിനെ പിടിച്ചു നിർത്താൻ മാത്രം കപ്പാസിറ്റി സ്ട്രെങ്ത് ഉള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഈ വെബ് ഹൽക്കിന്റെ സ്ട്രെങ്ത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ടായിരിക്കാം. എന്താണെങ്കിലും ഹൽക്കിന് ഇത് കുറച്ചു നേരത്തേക്കെങ്കിലും പിടിച്ചു നിർത്തുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളത് മ്യൂട്ടേഷൻ സംഭവിച്ച് സ്പൈഡർമാൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഇൻക്രീസ് ആയെങ്കിലും പുള്ളിയുടെ പഞ്ചസ് ഹൽക്കിന് ഇക്ലി ആകാതിരിക്കാൻ പണ്ട് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ വില്ലന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഷോക്കർ ഗാംബ്ലേറ്റ് ഉപയോഗിച്ചാണ് സ്പൈഡർമാൻ ഹൽക്കിനെ പഞ്ഞിക്കിടുന്നത്. സംഭവം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹൽക്കിനെ അടിച്ചിടാൻ ഇതൊന്നും പോരാ. പക്ഷെ മാർവലിന്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. ഹൽക്കിനോട് ഇത്ര നാളത്തെ ചെയ്ത് വെച്ച് ചെറിയൊരു പേടിയുണ്ടെങ്കിലും ഈ പടത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ബിക്കോസ് ഇത് ചെയ്യാൻ പോകുന്നത് ഷാങ്ചിയുടെ ഡയറക്ടറാണ്. അതുകൊണ്ട് നൈസായിട്ടുള്ള ഒരു ആക്ഷൻ സെറ്റ് പീസസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല പുറത്തു വന്ന വിഷ്വൽസ് നോക്കിയാൽ സ്പൈഡർമാന് മാത്രമല്ല ഹൽക്കിനും ഇവർ അപ്ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഫൈറ്റ് സീക്വൻസിന്റെ ഓരോ വിഷ്വൽസിലും ഹൽക്കിന് വേറെ വേറെ സൈസാണ്. മേ ബി ഈ സിനിമയിൽ പഴയ 2003 പുറത്തിറങ്ങിയ ഹൽക്ക് മൂവിയിലെ പോലെ ഹൽക്കിന് ദേഷ്യം കൂടുന്നതനുസരിച്ച് പുള്ളി സ്ട്രോങ്ങറും ഈവൻ ബിഗ്ഗറും ആവുന്ന സൈസ് ഹൽക്കിനെ ആയിരിക്കും കാണാൻ പോകുന്നത്. അതായത് ചില സീനിലൊക്കെ സ്പൈഡർമാന് ഹൽക്കിന്റെ കയ്യിലൊതുങ്ങാനുള്ള സൈസേ ഉള്ളൂ. മാത്രമല്ല പുള്ളി ഷവർമ റോൾ എറിയുന്ന പോലെ സ്പൈഡർമാൻ എടുത്ത് എറിയുന്നതും കാണാം. ഇൻ കൺക്ലൂഷൻ എനിക്ക് തോന്നുന്നത് സ്പൈഡർമാന്റെ ഉദ്ദേശം ഹൽക്കിനെ അടിച്ചിടലല്ല, ഹൽക്കിനെ തിരിച്ച് ബ്രൂസ് ബാനർ ആക്കുക എന്നതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്കൊക്കെ ഉപയോഗിച്ച് പുള്ളി ഹൽക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് ബ്രൂസ് ബാനർ ഹൽക്കിനെ സപ്രസ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡിവൈസ് ഉപയോഗിച്ച് ഹൽക്കിനെ തിരിച്ച് ബാനർ ആക്കാനായിരിക്കും പുള്ളിയുടെ ശ്രമം. ഞാനങ്ങനെ പറയാൻ കാരണം സംഭവം ആ ഡിവൈസ് പൊട്ടിപ്പോയതായി കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് വന്ന ഫൂട്ടേജുകളിൽ ആ ഡിവൈസ് പുള്ളി റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെയായിരിക്കും ഹൽക്കിനെ സ്പൈഡർമാൻ അടിച്ചിടാൻ പോകുന്നത്? സംഭവം സ്പൈഡർമാന്റെ സിനിമയായതുകൊണ്ട് അൾട്ടിമേറ്റ് വിജയം സ്പൈഡർമാൻ ആയിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമയിൽ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷാങ്ചിയുടെ ഡയറക്ടറാണ്. അവസാനമായിട്ട് മാർവലിന്റെ സൈഡിൽ നിന്ന് ഒരു നല്ല ആക്ഷൻ സെറ്റ് പീസ് കണ്ടത് ഷാങ്ചി സിനിമയിലാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.